It's me Shraddha and you're watching my channel The Bossy Girl. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇതുപോലൊരു ഡിസൈനറായിട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ സ്ലീവ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ സ്ലീവ്സിൻ്റെ പേര് വന്നിട്ട് റഫിൾ സ്ലീവ്സ് ആണ്. അപ്പോൾ ഈ റഫിൾ സ്ലീവ് എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോഡി പാർട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, കാരണം ഞാൻ ഓൾറെഡി അത് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കാണാത്തവരാണെങ്കിൽ എൻ്റെ ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതൊരു ഡിസൈനർ സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഗൈസ്, ഞാനിവിടെ റഫിൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് സാരിയുടെ വിത്ത് ബ്ലൗസ് ആണ്. അപ്പോൾ ഒരു സാരിയുടെ വിത്ത് ബ്ലൗസ് എന്ന് പറയുന്നത് 1 മീറ്റർ ഉണ്ടാവും. അപ്പോൾ 1 മീറ്റർ തുണി വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ സ്ലീവ്സ് കട്ട് ചെയ്ത് റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു നല്ല ലാവൻഡർ കളറാണ് കേട്ടോ, നല്ലൊരു കളറാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ തുണി നമുക്ക് റോങ് സൈഡിലേക്ക് ആക്കിയിട്ട് ഡബിൾ ഫോൾഡ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ തുണിയുടെ റോങ് സൈഡിലേക്ക് ആക്കിയിട്ട് ഇപ്പോൾ ഇതേ ഡബിൾ ഫോൾഡ് ചെയ്യാണ്. ഡബിൾ ഫോൾഡ് ചെയ്യുന്നത് 2 സ്ലീവിനും വേണ്ടിയിട്ടുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതൊരു ഷിഫോൺ മെറ്റീരിയലാണ്, അത് കാരണം ഞാൻ സൈഡിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബോഡി പാർട്ടിൽ യൂസ് ചെയ്യുന്നത് ഷിഫോൺ മെറ്റീരിയലാണ്. അപ്പോൾ നമ്മൾ ഏത് സ്ലീവ്സും ബോഡി പാർട്ടും വേറെ വേറെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സാണ് വെക്കണമെങ്കിൽ സെയിം മെറ്റീരിയലിനെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക, അതായിരിക്കും കുറച്ചുകൂടി ഭംഗിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം ഒപ്പല്ല, സാരിയുടെ അതൊന്ന് മുറിച്ചെടുത്ത കാരണം കുറച്ച് കയറ്റിറക്കമൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അത് അടിയിൽ കട്ട് ചെയ്ത് ഒപ്പാക്കണേല് പകരം ഞാൻ എല്ലാ സൈഡിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഷിഫോൺ ആകുമ്പോൾ കുറച്ചിങ്ങനെ നീങ്ങുമല്ലോ നമ്മൾ വരയ്ക്കുമ്പോഴൊക്കെ. അപ്പോൾ ഇതിങ്ങനെ മടക്കി ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു മടക്കും കൂടി മടക്കുക. ഇപ്പോൾ 2 ഫോൾഡ് എന്ന് പറയുന്നത് 2 സ്ലീവിനും വേണ്ടിയിട്ട് ഞാൻ ചെയ്തതായിരുന്നു. ഇനി ഒരു മടക്കും കൂടി മടക്കാം. അങ്ങനെ 4 ഫോൾഡ് ചെയ്തിടണം ഒരു സ്ലീവ്. ഇപ്പോൾ 2 സ്ലീവ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ നേരെ എല്ലാം നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് തന്നെ മടക്കി ഇടാൻ ശ്രമിക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് 4 ഫോൾഡാണ് ഞാൻ പറഞ്ഞത്, ഒരു സ്ലീവ് 4 ഫോൾഡ്. അപ്പോൾ ഇനിയൊരു മടക്കും കൂടി നമ്മൾ മടക്കണം സൈഡിലോട്ട്. ഇപ്പോൾ ഒരു സ്ലീവ് 4 ഫോൾഡ് ആകുമ്പോൾ 2 സ്ലീവും കൂടിയിട്ട് നമ്മൾ 8 ഫോൾഡ് വേണം. അപ്പോൾ 8 വശങ്ങളായിട്ട് വേണം ഇത് കിടക്കാൻ. അപ്പോൾ ഇതേ നമ്മളിങ്ങനെ 4 ഫോൾഡ് ചെയ്ത് 2 സ്ലീവും കൂടി ഒരുമിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും, നല്ല കറക്റ്റായിട്ട് തന്നെ വിരിച്ചിടാം കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ആം ഹോള് കട്ട് ചെയ്യണം. നമുക്ക് ലെങ്ത്ത് എത്രയാണെന്ന് നോക്കണം, നമുക്ക് അത് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ സൈഡിലേക്ക് തിരിച്ചിട്ടു കേട്ടോ, കാണിക്കാൻ എളുപ്പത്തിനായിട്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്താണ് വേണ്ടത്. നമുക്ക് ഇഷ്ടാനുസരണം ഇതിൻ്റെ ലെങ്ത്ത് വയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു സൈഡ് നമുക്ക് മെഷർ ചെയ്യുമ്പോൾ 11 ഇഞ്ചസാണ് വരുന്നത്. 11 ഇഞ്ചിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നീളത്തിൽ മുറിച്ചെടുക്കാം, അല്ലെങ്കിൽ 10ഓ 9ഓ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ 10ഉം 11ഉം ഒക്കെ വയ്ക്കുമ്പോൾ നല്ലപോലെ നീളനെ ഫ്രില്ലായിട്ട് കെടുക്കും. പക്ഷേ എനിക്കിപ്പോൾ അത്രയും നീളം ആവശ്യമില്ല, കാരണം ഞാനിതൊരു കുർത്തിയുടെ സ്ലീവായിട്ടാണല്ലോ വെക്കുന്നത്. അപ്പോൾ എനിക്ക് അത്രയും നീട്ടം വേണ്ടാന്ന് തോന്നി. അത് കാരണം ഞാൻ 8 ഇഞ്ചിലാണ് ഇതിൻ്റെ നീളം മാർക്ക് ചെയ്യുന്നത്. 11 ഇഞ്ചിലാണ് ഇപ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്യണമെങ്കിൽ നല്ലപോലെ ഈ തുണി കൺസ്യൂം ചെയ്ത് യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ ഞാനിപ്പോൾ 8 ഇഞ്ചിലേ ചെയ്യണുള്ളൂ, എനിക്ക് കുറച്ച് ചെറിയ സ്ലീവ് വെക്കണം എന്ന് ആഗ്രഹം. അപ്പോൾ 8 ഇഞ്ചിൽ നമുക്ക് 2 സൈഡും ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നീങ്ങാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ 4 മടക്കിയിട്ടും പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ സൈഡിൽ നിന്ന് നമുക്ക് 8 ഇഞ്ചിൽ മാർക്ക് ചെയ്യണം. കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ പൊന്തിയും താഴ്ന്നൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിൽക്കും. നമുക്ക് റൗണ്ടിൽ ഫുള്ള് ഇങ്ങനെ മാർക്ക് ചെയ്ത് റൗണ്ട് ചെയ്തെടുക്കാം. നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക, കാരണം നിവർത്തി എടുക്കുമ്പോൾ ഇതിൻ്റെ മിഡിൽ പോർഷൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിലും പുറത്തുമായിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു. നമുക്കിത് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ ആം ഹോളാണ്. ആം ഹോൾ കട്ട് ചെയ്യാൻ നമ്മൾ നിവർത്തി എടുത്തതിന് ശേഷം വേണം കട്ട് ചെയ്യാൻ. നമുക്കിതൊന്ന് നിവർത്തിയെടുക്കാം. നിവർത്തിയെടുത്ത ശേഷം ഇത് ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി നീങ്ങണ തുണി ആയതുകൊണ്ട് ഞാൻ ചുറ്റും പിൻ ചെയ്ത് കൊടുക്കാൻ പോവാണ്, അല്ലെങ്കിൽ വരയ്ക്കുമ്പോൾ ഒരുപാട് അത് ഇളകി മാറും. നമുക്കിത്
പിഞ്ച് ചെയ്തെടുക്കാം. ഇനി ഞാനിതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാണ്. ഈ ഒരു പോയിന്റിൽ നിന്ന് വേണം നമുക്കിനി ഇതിൻ്റെ ആം ഹോളിൻ്റെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാനായിട്ട്. ഇനി നമുക്കറിയേണ്ടത് ആം ഹോളിൻ്റെ അളവ് എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, സ്ലീവ്സ് മാത്രമേ വെക്കാനുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് വേണം ആം ഹോൾ മെഷർ ചെയ്തെടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എംബ്രോയ്ഡറി ചെയ്തത് അറിയില്ലെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇത് കാണിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങളത് വാച്ച് ചെയ്യണം എന്തായാലും. ഇനി നമുക്ക് ഇതിൻ്റെ ആം ഹോൾ മെഷർ ചെയ്തെടുക്കാം. ആം ഹോൾ മെഷർ ചെയ്യുമ്പോൾ ആ ഭാഗം വലിച്ചു പിടിച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യരുത്, ജസ്റ്റ് ടേപ്പ് അതിൻ്റെ മേലെ വെച്ചിട്ടൊന്ന് റൗണ്ട് ചെയ്തെടുക്കേ വേണ്ടൂ. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് 6.5 ഇഞ്ചാണ്. ഈ 6.5 ഇഞ്ചിൽ ഇത് ഒരു സൈഡാണ് 6.5 ഇഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ 2 സൈഡും കൂടി 13 ഇഞ്ചായിട്ടായിരിക്കും വരിക. ഇനി നമുക്ക് ആം ഹോൾ കട്ട് ചെയ്യണതിൻ്റെ മെഷർമെൻറ്റ് നോക്കാം. അപ്പോൾ ഒരു സൈഡ് നമ്മൾ പറഞ്ഞത് 6.5 ഇഞ്ചാണ്. അപ്പോൾ 2 സൈഡും സ്ലീവിൻ്റെ ആം ഹോളിൻ്റെ ഭാഗം വരുമ്പോൾ 6.5 × 2 13 ഇഞ്ചായിരിക്കും മൊത്തം റൗണ്ട് ആം ഹോളിൻ്റെ വരുന്നത്. അപ്പോൾ നമ്മൾ സർക്കിളിലാണ് ഈ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ നടുഭാഗത്തായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ കട്ട് ചെയ്തെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ 2π ആണ്. പൈൻ്റെ വാല്യൂ 3.14, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6.28 കിട്ടും. ഇനി റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് C/2π എന്നാണ്. നിങ്ങൾക്കിത് അറിയില്ലെങ്കിൽ ഞാനത് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ 13 ഇഞ്ച് ബൈ 6.28 നമുക്ക് കിട്ടുന്നത് 2.07. അപ്പോൾ ഞാനത് റൗണ്ട് ചെയ്തെടുക്കുന്നുണ്ട്. 2.1 ഇഞ്ചസിൽ നമുക്ക് റേഡിയസ് കിട്ടി. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിലാണ് നമ്മൾ ഇനിയുള്ള ആം ഹോളിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാൻ പോകുന്നത്. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊരു പേപ്പർ ഇതുപോലെ ഫോൾഡ് ചെയ്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം തുണിയിൽ വെച്ച് കട്ട് ചെയ്യാം. അപ്പോൾ ഈ സെൻറ്റർ പോയിന്റിൽ നിന്ന് താഴത്തേക്ക് നമ്മൾ 2.1 ഇഞ്ചസിൽ മാർക്ക് ചെയ്യണം. അപ്പോൾ കറക്റ്റ് സെൻറ്ററിലല്ല നമ്മൾ ഈ സ്ലീവ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ താഴത്തേക്ക് നമുക്ക് ഈ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ള ആ 2.1 ഇഞ്ചിൽ താഴത്തേക്ക് നമുക്ക് മാർക്ക് ചെയ്യാം. ഇതിങ്ങനെ ചെയ്യുന്നത് നമ്മുടെ സ്ലീവ് ഒപ്പത്തിന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഇനി ഈ ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള 2.1 ഇഞ്ചസ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ സെൻറ്റർ പോയിൻ്റ് ആയിട്ട് എടുക്കേണ്ടത്. ഇനി അതിന് താഴത്തേക്ക് നമുക്ക് 2.1 ഇഞ്ചസിൽ മാർക്ക് ചെയ്യാം. 2 സൈഡിലോട്ടും ആ പോയിന്റിൽ നിന്ന് 2 ഇഞ്ചസിലേക്ക് മാർക്ക് ചെയ്തെടുക്കണം. ഞാൻ താഴത്തേക്ക് 2 ഇഞ്ചസിലേക്ക് മാർക്ക് ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ നേരത്തെ ഫസ്റ്റ് നമ്മൾ വരച്ച സെൻറ്ററിൽ നിന്ന് 4 സൈഡിലേക്കും വരച്ചിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇതേപോലെ തന്നെ ലെഫ്റ്റിലും റൈറ്റിലേക്ക് നമുക്ക് 2.1 ഇഞ്ചസിലേക്ക് മാർക്ക് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്ത ശേഷം നമുക്ക് ചെയ്യേണ്ടത് ഇതൊരു റൗണ്ടാക്കി വരച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് റൗണ്ടാക്കി വരച്ചത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇതിപ്പോൾ വരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് റൗണ്ടാക്കിന്ന് ഇത് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കണം. ഇത് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും മേലെ വീതി കൂടുതലും താഴെ വീതി കുറവാണ്. താഴത്തെ ഭാഗം ആം ഹോളിൻ്റെ അവിടെയും മേലെ ഷോൾഡറിൻ്റെ അവിടെയാണ് വരിക. ഇത് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ നേരെ പിടിച്ച് മടക്കിയെടുക്കുക. മടക്കിയെടുക്കുമ്പോൾ തുണി നീങ്ങിപ്പോവാതെ ശ്രദ്ധിക്കണം. മടക്കിയെടുത്ത ശേഷം ഇതേപോലെ തന്നെ നമുക്ക് സൈഡ് തിരിച്ച്
ഈ കാണുന്ന നേരെയുള്ള വശം നമുക്ക് മടക്കിയെടുക്കാം. കറക്റ്റായിട്ട് തന്നെ ഇത് മടങ്ങി വരുന്ന രീതിയിൽ മടക്കിയെടുക്കാം. ഇത് മടക്കിയെടുത്തു. മേലത്തെ ഞാനൊന്ന് ഡാർക്ക് ചെയ്ത് വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത ശേഷം ഞാനിത് നിവർത്തിയെടുത്തു. അപ്പോൾ സ്ലീവ്സ് നമ്മുടെ ഇങ്ങനെയായിരിക്കും വരിക. അപ്പോൾ ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഞാൻ മേലെയും താഴെയായിട്ടൊരു നോച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് സ്ലീവ്സ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പിൻ ചെയ്യാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ നോച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്കിത് തയ്ച്ചിട്ടുള്ള കുർത്തിയിൽ ഫിക്സ് ചെയ്യാം. ഫിക്സ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഇതിൻ്റെ താഴത്തെ സ്ലീവിൻ്റെ താഴത്തെ ഭാഗം, അതായത് സ്ലീവിൻ്റെ നല്ല വശം ടോപ്പിൻ്റെ നല്ല വശത്തും ചേർത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് താഴത്തെ ഈ ഭാഗത്തായിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വലിഞ്ഞ് വരാതെ തയ്ക്കാൻ പറ്റും ഇങ്ങനെ പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതേപോലെ തന്നെ പിൻ ചെയ്യുക. അതേപോലെ തന്നെ മേലെ നോച്ച് കൊടുത്ത സ്ഥലത്തും നമുക്കൊന്ന് പിൻ ചെയ്ത് എടുക്കണം. മേലെ പിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ റൗണ്ടെല്ലാം കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒരു കൂടുതലോ കുറവോ വന്നിട്ടില്ല. കറക്റ്റായിട്ട് തന്നെയാണ് നമ്മുടെ മെഷർമെൻറ്റ് വന്നിട്ടുള്ളത്. നമുക്കിതൊന്ന് റൗണ്ടിൽ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതേ സ്ലീവ്സ് ഞാൻ വെച്ച് കഴിഞ്ഞു. ഇപ്പോൾ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും മേലത്തെ ആ ഭാഗം താഴത്തെ ആ ഭാഗം ഒപ്പം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇറക്കി ആം ഹോൾ കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ അടിഭാഗം സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് മടക്കി തയ്ക്കാം, അല്ലെങ്കിൽ ഇൻ്റർലോക്ക് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു തുണിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുക ഇൻ്റർലോക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ താഴത്തെ ഭാഗം ഇൻ്റർലോക്ക് ചെയ്തിട്ട് എങ്ങനെ ഔട്ട്ലുക്ക് എന്ന് നോക്കാം. അപ്പോൾ ഇതാ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഡ്രസ്സാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആംഹോൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആംഹോൾ കുറച്ച് താഴത്ത് കട്ട് ചെയ്യാൻ. അപ്പോഴാണ് നമ്മുടെ മേലത്തെ ഈ സ്ലീവും താഴെ അണ്ടർ ആംസിൻ്റെ ഈ സ്ലീവും ഒപ്പം വന്ന് ഇങ്ങനെ കിടക്കുള്ളൂ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്രസ് ദ ബെൽ ബട്ടൺ ടു സീ മൈ അപ്കമിങ് വീഡിയോസ്. അപ്പോൾ ഈ എംബ്രോയിഡറി ചെയ്തതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ നെക്സ്റ്റ് വീഡിയോ കാണണം.